Hi dear students, I am Shamna from Simple Maths. Today we are going to discussing some important questions from the previous year USS Maths examination. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള മാത്സിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇനി വരാനിരിക്കുന്ന USS എക്സാമിനും ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസുകൾ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. First question, what is 0.1 into 0.01 into 0.001 all divided by 0.1 into 0.001? ഇവിടെ ഒരു ഡെസിമൽസിൻ്റെ ഡിവിഷനാണ് ക്വസ്റ്റ്യനിൽ വന്നത്. ഇതിൻ്റെ ആൻസർ എത്രയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ടൈപ്പ് ഡെസിമൽ നമ്പേഴ്സിൻ്റെ ഡിവിഷൻ വരുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് കൗണ്ട് ചെയ്യേണ്ടത് ഡെസിമൽ കഴിഞ്ഞിട്ട് ടോട്ടൽ എത്ര ഡിജിറ്റ്സുകളാണ് ന്യൂമറേറ്റർ വരുന്നത് എന്നാണ്. ഇവിടെ നോക്കൂ, ഫസ്റ്റ് ഡെസിമൽ കഴിഞ്ഞിട്ട് 1, അപ്പോൾ ഒരു ഡിജിറ്റ്. സെക്കൻഡിൽ ഡെസിമൽ കഴിഞ്ഞിട്ട് 2 ഡിജിറ്റ്സ്, അപ്പോൾ ടോട്ടൽ 3 ഡിജിറ്റ്സ്. നെക്സ്റ്റ് വീണ്ടും ഡെസിമൽ കഴിഞ്ഞിട്ട് 3 ഡിജിറ്റ്സ്, അപ്പോൾ ടോട്ടൽ 6 ഡിജിറ്റ്സ് ആണ് ന്യൂമറേറ്ററിൽ വരുന്നത്. ഇവിടെ 0യും 1ഉം ആണ് ഡിജിറ്റ്സുകളായിട്ട് വരുന്നത്. നമുക്കറിയാം 1നെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 1 തന്നെയാണ് ആൻസർ വരിക. പക്ഷേ ഇതിൻ്റെ വാല്യൂയിൽ വ്യത്യാസം വരുന്നത് ഈ ഡെസിമൽസിൻ്റെ നമ്പേഴ്സിലാണ്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 0.000001, അതായത് ന്യൂമറേറ്ററിൽ ഡെസിമൽ കഴിഞ്ഞിട്ട് 6 ഡിജിറ്റ്സുകളാണ് വരുന്നത്. നമ്മുടെ കയ്യിലാണെങ്കിലോ ആകെ ഒരു 1 മാത്രമാണുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഡെസിമൽ കൊടുത്തിട്ട് 5 zeros കൊടുക്കുക, എന്നിട്ട് ആ 1 കൊടുക്കുക. അതാണിത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ. ഡിനോമിനേറ്റർ ആണെങ്കിലോ ഡെസിമൽ കഴിഞ്ഞിട്ട് ആകെ 4 ഡിജിറ്റ്സുകളാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ആൻസർ ആക്കി എഴുതുമ്പോൾ ഡെസിമൽ എഴുതുക, 4 ഡിജിറ്റ്സാണ് വരുന്നത്. അപ്പോൾ 3 zeros കൊടുത്തിട്ട് 1 കൊടുക്കുക. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമ്മൾ ഡിനോമിനേറ്ററിൽ ഡെസിമൽ കഴിഞ്ഞിട്ട് 4 ഡിജിറ്റ്സ് ഉണ്ട്. അത്രയും ഡിജിറ്റ്സുകൾ ന്യൂമറേറ്ററിൽ നിന്ന് ക്യാൻസൽ ചെയ്ത് പോവുക. അപ്പോൾ ബാക്കി വരുന്നത് 0.01 ആണ്. ഇതാണ് ഈ ഡെസിമൽസിൻ്റെ ഡിവിഷൻ്റെ ആൻസർ എന്ന് പറയുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ? ഇതിൽ ഏതൊക്കെയാണ് പെർഫെക്റ്റ് സ്ക്വയർ നമ്പറായിട്ട് വരുന്നത്? ഇതൊക്കെ നമുക്കറിയാം, ബേസും എക്സ്പോണൻറ്റും ആയിട്ട് വരുന്ന നമ്പേഴ്സാണ്. ഫസ്റ്റ് 9⁵ ഇൻറ്റു 5�9 ഇൻറ്റു 4�3. അപ്പോൾ ഈ ടൈപ്പ് എക്സ്പോണൻറ്റും ബേസും ആയിട്ട് വരുന്ന നമ്പേഴ്സിനൊരു പ്രത്യേകത ഉണ്ട്. ഈ നമ്പേഴ്സ് പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ ആവണമെങ്കിൽ ഇതിൻ്റെ ബേസ് എപ്പോഴും ഒരു പ്രൈം നമ്പർ ആയിരിക്കണം. അപ്പോൾ ഫസ്റ്റിൽ ഈ ബേസ് എന്ന് പറയുന്നത് 9, 5, 4, ഇതിനെ നമ്മൾ ബേസ് എന്ന് പറയുന്നത്. ഈ ബേസുകൾ എന്താവണം? പ്രൈം നമ്പേഴ്സ് ആയിരിക്കണം. നമുക്കറിയാം പ്രൈം നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ 2, 3, 5, 7, അതായത് ആ നമ്പറും 1ഉം മാത്രമേ ഫാക്ടേഴ്സ് ആയിട്ട് വരുള്ളൂ. അതിനെയാണ് നമ്മൾ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റിൽ 9⁵ ആണ് വന്നിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന്. അപ്പോൾ 9 വരുമ്പോൾ നമുക്കറിയാം 9 എന്ന് പറയുന്ന ഒരു പ്രൈം നമ്പർ അല്ല. അതുകൊണ്ട് ഈ ഫസ്റ്റത്തെ ഓപ്ഷൻ എന്തല്ല, ഒരു പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ അല്ല. ഫസ്റ്റ് ഏതെങ്കിലും ഒരു നമ്പർ നമ്മുടെ റൂള് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എങ്കിൽ പിന്നെ മുന്നോട്ട് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവിടെ ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 9⁵ എന്നാണ്. അപ്പോൾ ഇവിടെ അതിൻ്റെ ബേസ് പ്രൈം നമ്പർ ആവണം. അതുപോലെ എക്സ്പോണൻറ്റ് പവറാക്കിയിട്ട് എഴുതുന്ന നമ്പർ ഒരു ഈവൻ നമ്പറും ആയിരിക്കണം. ഈ 2 കണ്ടീഷൻസാണ് ഈ ടൈപ്പ് നമ്പേഴ്സ് പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ ആവാനുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ബേസ് നമ്മൾ നോക്കി 9 ആണ്, അത് പ്രൈം നമ്പർ അല്ല. അതുകൊണ്ട് ആ മൊത്തം നമ്പേഴ്സ് എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. സെക്കൻഡ് നമ്പർ എന്ന് പറയുന്നത് 3⁵, അത് ഓപ്ഷൻ ബി. 3⁵, 5⁵3, 6⁴, 4⁵6. നോക്കൂ, 3⁵. 3 എന്ന് പറയുന്നത് ഒരു പ്രൈം നമ്പറാണ്. അങ്ങനെയാണെങ്കിൽ ഇനി അടുത്ത കണ്ടീഷൻ എന്താണ്? അതിൻ്റെ പവർ ഒരു ഈവൻ നമ്പറാണ് ആവണം.
അപ്പോൾ ഇവിടെ 5 ആണ്. 5 ഒരു ഈവൻ നമ്പർ അല്ല. അതുകൊണ്ട് ഈ ബി എന്ന് പറയുന്ന ഓപ്ഷൻ ഒരു പെർഫെക്റ്റ് സ്ക്വയർ നമ്പറിന് എക്സാമ്പിൾ അല്ല. സി ഓപ്ഷൻ നോക്കൂ, 7⁴. അപ്പോൾ 7 എന്ന് പറയുന്നത് ഒരു പ്രൈം നമ്പറാണ്. അതിൻ്റെ പവർ ഈവൻ നമ്പറാണ്. ഓക്കെ, അപ്പോൾ അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ അടുത്തത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കണം. നെക്സ്റ്റ് 5⁻3. 5 എന്ന് പറയുന്ന ഒരു പ്രൈം നമ്പറാണ്. പക്ഷേ അതിൻ്റെ പവറായിട്ട് വരുന്നത് 3 ആണ്. 3 എന്ന് പറയുന്ന ഒരു ഈവൻ നമ്പർ അല്ല. അതുകൊണ്ട് ആ ഓപ്ഷനും ക്യാൻസൽ ചെയ്തു. ലാസ്റ്റ് നോക്കൂ, 2⁻6, 5⁻4, 3⁻6, 4⁻3. ഇപ്പോൾ 2⁻6, ഓക്കെ, 2 എന്ന് പറയുന്നത് ഒരു പ്രൈം നമ്പറാണ്, 6 ഈവൻ ആണ്. നെക്സ്റ്റ് ആണെങ്കിലോ 5⁻4. 5 ഒരു പ്രൈം നമ്പറാണ്, 4 ഈവൻ നമ്പറാണ്. നെക്സ്റ്റും 3⁻6. 3 എന്ന് പറയുന്നത് ഒരു പ്രൈം നമ്പർ, 6 ഈവൻ നമ്പർ. നെക്സ്റ്റ് 4⁻3. ഇത് നമ്മൾ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ? 4 എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പ്രൈം നമ്പർ അല്ല, അതൊരു ഈവൻ നമ്പറാണ്. നമ്മുടെ ബേസ് എപ്പോഴും എന്താവണം? പ്രൈം നമ്പർ ആവണം. ഓക്കെ, പക്ഷേ ഈ ടേംസ് എന്ന് പറയുന്നത്, ഈ സീക്വൻസ് എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ നമ്പറാണ്. 4⁻3നെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? 2⁻2 എന്നാക്കാം അല്ലേ. 4 എന്ന് പറയുന്നത് 2ൻ്റെ സ്ക്വയറാണ്. 2 സ്ക്വയർ എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ നമുക്ക് അതിനെ 2⁻2 എന്ന് എഴുതാം. പിന്നെ all⁻3. ഇപ്പോൾ 2⁻2 എന്ന് പറയുമ്പോൾ 2⁻6, അതായത് പവേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുക. 2 × 3 എന്ന് പറയുമ്പോൾ 6, 2⁻6. ഇനി നോക്കൂ, ഈ 4⁻3 = 2⁻6 ആണ്. അപ്പോൾ ഇവിടെ നമ്മുടെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. 2 എന്ന് പറയുന്നത് ഒരു പ്രൈം നമ്പർ, 6 ഇതിൻ്റെ പവർ 6 ഒരു ഈവൻ നമ്പറും ആയി കിട്ടി. അപ്പോൾ ലാസ്റ്റ് ഓപ്ഷനാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, 1/2 + 1/2² + 1/2³ + 1/2⁴ + 1/2⁵ + ഡാഷ് = 1. ആ ഡാഷ് ഇട്ടോർത്ത് ഏത് നമ്പർ ആയിരിക്കും വരിക? പെട്ടെന്ന് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ ഈ ഡിനോമിനേറ്ററിനെ എന്ത് ചെയ്യും? ഒന്ന് കമ്പയർ ചെയ്തേക്കും അല്ലേ. എന്നിട്ട് നിങ്ങൾ അടുത്ത് എന്ത് ചെയ്യും? 1/2⁶ എന്ന് എഴുതിയേക്കും. അത് തെറ്റാണ്. 1/2⁶ ആണെങ്കിൽ ഈ ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ USS എക്സാമിൽ വരില്ല. അത്രയും സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. അപ്പോൾ 1/2⁵ ആണ് ലാസ്റ്റ്. അടുത്ത ടേം എന്ന് പറയുന്നതും 1/2⁵ ആണ്. എങ്ങനെയായിരിക്കും ഇതിൻ്റെ ആൻസർ വരുന്നത്? അപ്പോൾ ഇതിൻ്റെ ആൻസർ ഫില്ല് ചെയ്യേണ്ടത് 1/2⁵ ആണ്. എങ്ങനെയാണ് നമ്മൾ ആ കൺസെപ്റ്റ് കിട്ടുന്നതെന്ന് ഒരു ചെറിയ എക്സാമ്പിൾ വെച്ച് നോക്കാം. പിന്നെ അവിടെ ഒരു ബോക്സ് വരച്ചിട്ടുണ്ട്, അതായത് ഒരു റെക്റ്റാങ്കിൾ വരച്ചു. അപ്പോൾ ഈ റെക്റ്റാങ്കിളിനെ ഒന്ന് ഡിവൈഡ് ചെയ്തു അല്ലേ, 2 ഈക്വൽ പാർട്ടാക്കിയിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ നമുക്കറിയാം അതിലൊരു പാർട്ട് എന്ന് പറയുന്നത് 1/2 ആണ്, സെക്കൻഡ് പാർട്ട് 1/2. അപ്പോൾ ഈ 1/2 + 1/2 എന്ന് പറയുന്നത് 1 ആണ് ആൻസർ വരിക. ഇനി വീണ്ടും എന്ത് ചെയ്തു? ഈ സെയിം റെക്റ്റാങ്കിളിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ടുള്ള 1/2നെ ഒന്നുകൂടെ ഡിവൈഡ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഓരോ പാർട്ടും 1/4 1/4 ആയിട്ടാണ് വരിക അല്ലേ. 1/2ൻ്റെ ഹാഫ് എന്ന് പറയുന്നത് 1/4 ആണ്. അപ്പോൾ രണ്ടും 1/4 1/4. ഇനി ഈ 3 ടേംസ് ആഡ് ചെയ്യുമ്പോൾ എങ്ങനെ വരിക? അപ്പോൾ ഫസ്റ്റത്തെ 1/2, നെക്സ്റ്റത്തെ 1/2ന് പകരം എന്താണ് ഈക്വൽ ആയിട്ട് വരുന്നത്? 1/4 + 1/4 ദാറ്റ് ഈസ് ഈക്വൽ ടു 1. കണ്ടോ? അപ്പോൾ ഇവിടെ 1/4ൽ അവസാനിച്ച് വീണ്ടും 1/4ന് വരുമ്പോഴാണ് ഈക്വൽ ടു 1 ആയിട്ട് വരുന്നത്. അതായത് ആ റെക്റ്റാങ്കിൾ മൊത്തമായിട്ട് കിട്ടുന്നത്. ഇനി വീണ്ടും നിങ്ങൾ ഈ ലാസ്റ്റ് കാണുന്ന 1/4നെ ഡിവൈഡ് ചെയ്യുമ്പോൾ 1/8 1/8 ആണ് വരിക. അപ്പോൾ അതിൻ്റെ സം എന്ന് പറയുമ്പോൾ 1/2 + 1/4 + 1/8 + 1/8 = 1 ആകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സം ഓഫ് 40% ഓഫ് 60 ആൻഡ് 60% ഓഫ് 40? പെർസെൻറ്റേജിൽ നിന്ന് വരുന്നൊരു പ്രോബ്ലമാണ്. അതായത് നമുക്കറിയാം 40% മീൻസ് 40/100, 60% മീൻസ് 60/100. ഈ പെർസെൻറ്റേജ് നമ്പറിന് കൂടെ വന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ദാറ്റ് നമ്പർ ഡിവൈഡഡ് ബൈ 100 എന്നാണ്. 40% എന്ന് പറയുമ്പോൾ 40/100 ആകുന്നു. ഇനി ഇതിൻ്റെ സമ്മ് എത്രയെന്നാണ് ക്വസ്റ്റ്യനിൽ. അപ്പോൾ 40/100 × 60, 40% ഓഫ് 60 എന്ന് പറയുമ്പോൾ × 60 പ്ലസ് സമ്മ് പറയുമ്പോൾ പ്ലസ് 60/100 ഓഫ് 40,
60% ഓഫ് 40 എന്ന് പറയുമ്പോൾ 60/100 ഇൻറ്റു 40. ന്യൂമറേറ്ററിൽ 2 zeros, ഡിനോമിനേറ്ററിൽ 2 zeros ക്യാൻസൽ ചെയ്തു. രണ്ട് ടേമിൽ ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് 24 + 24 ദറ്റ് ഈസ് ഈക്വൽ ടു 48 എന്നാണ് കിട്ടുന്നത്. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ഇത്രയും ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ടൈം നഷ്ടപ്പെടും. അതിനു വേണ്ടി ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തൊരു കുട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാം എക്സാം ടൈമിൽ? നമ്മളിപ്പോൾ നമ്പേഴ്സായിട്ട് കാണുന്നത് 4ഉം 6ഉം ആണല്ലോ. അത് മൾട്ടിപ്ലൈ ചെയ്യാം. 4 × 6 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 24. അതിൻ്റെ ഡബിൾ കാണുമ്പോൾ ആൻസറിനോട് ഈക്വൽ ആയി. അപ്പോൾ ഈ മെത്തേഡിലാണ് നിങ്ങൾ എക്സാമിന് എഴുതേണ്ടത്. എന്നാൽ നിങ്ങളതിൻ്റെ കാര്യം മനസ്സിലാക്കുകയും വേണം. അതാണ് രണ്ട് ടൈപ്പിലും പറഞ്ഞിരുന്നത്. അപ്പോൾ തന്നിട്ടുള്ള നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ ഡബിൾ കാണാം. അതായിരിക്കും ആൻസർ. 4 × 6 = 24 × 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 48. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദി ഷെയ്ഡഡ് പാർട്ട് ഇൻ ദ ഫിഗർ? ഇവിടെ ഒരു ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട് അല്ലേ പിക്ചറിൽ. ഒരു ട്രയാങ്കിൾ അല്ല ഇതിൽ തന്നിട്ടുള്ളത്. എത്ര ട്രയാങ്കിൾസ് ഉണ്ട്? 3 triangles ആണ് ഈ പിക്ചറിൽ തന്നിട്ടുള്ളത്. ഷെയ്ഡഡ് പോർഷൻ എന്ന് പറയുന്നത് ഒരു ട്രയാങ്കിളാണ്. അപ്പോൾ ആ ഷെയ്ഡഡ് പോർഷൻ്റെ ഏരിയ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ടൈപ്പ് ട്രയാങ്കിൾസ് നമ്മൾ ഫോർമുല യൂസ് ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പഠിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് അറിയുന്ന ഫോർമുലയിലേക്ക് ഇതിനെ കൊണ്ടുവരണം. അതാണ് നമ്മുടെ ട്രിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നിട്ടുള്ള ഒരു ലാർജ് ട്രയാങ്കിൾ ABC. ഈ ABC എന്ന് പറയുന്ന ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ്. ഓക്കെ. അപ്പോൾ ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ഏരിയയിൽ നിന്നും ട്രയാങ്കിൾ ABDയുടെ ഏരിയ മൈനസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഈ ഷെയ്ഡഡ് പോർഷൻ്റെ ഏരിയ കിട്ടും. അപ്പോൾ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ½ × B × H ആണ്. അതായത് ബേസും ഹൈറ്റും കൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ പകുതി കാണാം. അപ്പോൾ ഇവിടെ ബേസ് എന്ന് പറയുന്നത് B മുതൽ C വരെയാണ്. അപ്പോൾ 5 + 4 ആണ് അതിൻ്റെ ബേസ് വരുന്നത്. അപ്പോൾ 5 + 4 × 8 / 2. 5 + 4 9. 9 × 8 72/2 36. ഇപ്പോൾ നമ്മൾ ഈ ലാർജ് ഏരിയയുടെ ട്രയാങ്കിളിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി നെക്സ്റ്റ് എന്ത് ചെയ്യണം? ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ABDയുടെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ABDയുടെ ഏരിയ എന്ന് പറയുന്നത് ½ × B × H. അതായത് ബേസ് × ഹൈറ്റ് / 2. അപ്പോൾ ബേസ് ഇവിടെ 5 ആണ് വരുന്നത്. ഹൈറ്റ് സെയിം ആണ്. /2 ചെയ്യുമ്പോൾ 20 എന്ന് ആൻസർ വരും. ഷെയ്ഡഡ് പോർഷൻ്റെ ഏരിയ എന്ന് പറയുന്നത് ലാർജ് ഏരിയ മൈനസ് സ്മോൾ ഏരിയ. അതായത് 36 - 20 ദാറ്റ് ഈസ് ഈക്വൽ ടു 16 സ്ക്വയർ സെൻറ്റിമീറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ, 5 children ABCD and E are sitting on a bench. A is sitting left of B and right of C. D is sitting right of B and left of E. If so, who is sitting in the middle? ഇത് നിങ്ങളെ കൺഫ്യൂഷൻ ആക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ നിങ്ങൾ മനസ്സിലാക്കണം, ഈ ലെഫ്റ്റും റൈറ്റും എന്ന് പറയുമ്പോൾ ഏത് സൈഡിലാണ് വരുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് വേണം അറേഞ്ച് ചെയ്യാൻ. ഫസ്റ്റ് എന്താ നമ്മുടെ കണ്ടീഷൻ? A ഈസ് സിറ്റിംഗ് ലെഫ്റ്റ് ഓഫ് B. എന്താ വരുന്നത്? A എന്ന് പറയുന്നത് ബിയുടെ ലെഫ്റ്റിലാണ്. അപ്പോൾ ബീൻ്റെ പൊസിഷൻ ഇങ്ങനെയാണ് വരിക. BA കണ്ടോ? A ഈസ് സിറ്റിംഗ് ഓൺ ദ ലെഫ്റ്റ് ഓഫ് ദ ബീൻ്റെ ലെഫ്റ്റിൽ. അപ്പോൾ എൻ്റെ ശേഷമാണ്, എൻ്റെ മുന്നിലായിട്ടാണ് B വരുന്നത്. കണ്ടോ? BA. ക്ലിയർ? അപ്പോൾ ലെഫ്റ്റ് ഓഫ് B എന്ന് പറയുമ്പോൾ B ആണ് ആദ്യം വരേണ്ടത്. അതിന് ശേഷമാണ് A വരേണ്ടത്. ഓക്കെ, അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ആ വേർഡ്സിൽ ലെഫ്റ്റ് ഓഫ് B എന്ന് പറയുമ്പോൾ എന്താണ്? B ആദ്യം വരണം, അത് കഴിഞ്ഞിട്ട് A. നെക്സ്റ്റ് നോക്കൂ, റൈറ്റ് ഓഫ് C. അടുത്ത കണ്ടീഷൻ പറയുന്നത് എന്താണ്? ആൻഡ് റൈറ്റ് ഓഫ് C. സിയുടെ റൈറ്റിലാണ്. സിയുടെ റൈറ്റിൽ എന്ന് പറയുമ്പോൾ എവിടെയാണ് A വരേണ്ടത്? സിൻ്റെ ബാക്കിലായിട്ടാണ് A വരുന്നത്. മനസ്സിലായോ? അപ്പോൾ ലെഫ്റ്റ് ഓഫ് B എന്ന് പറയുമ്പോൾ ബീൻ്റെ മുകളിലും ബീൻ്റെ മുന്നിൽ. റൈറ്റ് ഓഫ് C എന്ന് പറയുമ്പോൾ സിൻ്റെ ബാക്കിലായിട്ടാണ് A വരുന്നത്. ഓക്കെ. നെക്സ്റ്റ്, D ഈസ് സിറ്റിംഗ് റൈറ്റ് ഓഫ് B. ഡീൻ്റെ റൈറ്റിൽ. അപ്പോൾ ബീൻ്റെ
ശേഷമാണ് ഡി വരേണ്ടത്. അപ്പോൾ റൈറ്റ് വരുമ്പോൾ ബാക്കിലും ലെഫ്റ്റ് വരുമ്പോൾ മുന്നിലുമാണ് വരുന്നത്. ഇനി ലെഫ്റ്റ് ഓഫ് ഇൻ്റെ ലെഫ്റ്റിലാണ് ഡി വരുന്നത്. ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ ഡി ആണ് ആദ്യം വരേണ്ടത്. മനസ്സിലായോ? നെക്സ്റ്റ്, അങ്ങനെയാണെങ്കിൽ മിഡിൽ ആരാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൽ ആ റൈറ്റും ലെഫ്റ്റും ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ലെഫ്റ്റ് ഓഫ് ബി, ഒരാളുടെ ലെഫ്റ്റിലാണെന്ന് അറിയുമ്പോൾ അയാളാണ് ബാക്കിൽ വരേണ്ടത്. ലെഫ്റ്റ് ഓഫ് ബി എന്ന് പറയുമ്പോൾ ബി എഴുതുക, എന്നിട്ട് ആരാണോ വരുന്നത് അതിന് മുന്നിൽ കൊടുക്കുക. പിന്നെ എ എന്ന് പറയുന്നത് റൈറ്റ് ഓഫ് സി ആണ്. സിയുടെ റൈറ്റിൽ എന്ന് പറയുമ്പോൾ എ ആണ് ബാക്കിൽ വരേണ്ടത്, സി ആദ്യം കൊടുക്കണം. ഓക്കെ, ഇനി ഇത്രയും കണ്ടീഷൻസ് നമ്മൾ അറേഞ്ച് ചെയ്തപ്പോൾ ഫസ്റ്റ് ബി എന്ന് കിട്ടി അല്ലേ. നെക്സ്റ്റിൽ ബി എ സി, നെക്സ്റ്റിലൊരു ഡി ബി. ഇത് മൊത്തമായിട്ട് നമ്മൾ ഈ സിറ്റിംഗ് അറേഞ്ച്മെൻറ്റ് കൊടുക്കുമ്പോൾ, അതായത് ഇ ഡി ബി എ സി, നമ്മളിങ്ങനെ ഓരോന്ന് എഴുതിയതൊന്ന് മുകളിലേക്ക് ഒരു ലൈനിലാക്കിയിട്ട് എഴുതി കൊടുക്കുക. ലാസ്റ്റ് വന്നത് ഇ ഡി ബി, അതുപോലെ എഴുതി. പിന്നെ അതിൻ്റെ മുന്നേ വന്നത് ആരായിരുന്നു? എ സി. ബി കഴിഞ്ഞിട്ടുള്ളത് എയും സിയും ആണ്. അപ്പോൾ ഇ ഡി ബി എ സി നമ്മൾ എഴുതി കൊടുക്കുക. ഇതിൽ മിഡിൽ ആരാ വരുന്നത്? ബി ആണ് വരുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നന്നായി വായിച്ചു നോക്കിയിട്ട് എങ്ങനെയാണ് ഇതിൽ അറേഞ്ച്മെൻറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഒരു സ്റ്റെപ്പ് ഒന്നോ രണ്ടോ വട്ടം നിങ്ങൾ റിവൈസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, 0.1 ഓൾ റേസ് ടു 6 ഈക്വൽ ടു എത്രയെന്നാണ്? 0.1 ഓൾ റേസ് ടു 6 ആണ്. അപ്പോൾ നമുക്കറിയാം 1ൻ്റെ എത്ര പവർ കണ്ടാലും ആൻസർ 1 എന്നാണ് കിട്ടേണ്ടത്. പക്ഷേ നമ്മളിവിടെ ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്നത് 0.1 ആണ്. 0.1 എന്ന് വരുമ്പോൾ എന്തായിരിക്കും ആൻസർ? അതായത് നമുക്കറിയാം ഇപ്പോൾ 0.1 സ്ക്വയർ എന്ന് പറയുമ്പോൾ അതെന്താണ് അതിൻ്റെ മീനിങ്? 0.1 ഇൻറ്റു 0.1 ആണ്. 0.1 ഇൻറ്റു 0.1 എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 0.01. അതായത് നമ്മളൊരു ക്വസ്റ്റ്യൻ ഇതേ മോഡൽ ചെയ്തു, അതുപോലെ തന്നെ ഇവിടെ പോയിൻ്റ് കഴിഞ്ഞിട്ട് 2 ഡിജിറ്റ്സ് ആണ് വരുന്നത്. ഫസ്റ്റ് ഒന്ന്, വീണ്ടും ഒരു ഡിജിറ്റാണ്, 2 ഡിജിറ്റ്സുകൾ വരുന്നുണ്ട്. അപ്പോൾ 2 ഡിജിറ്റ് വരുമ്പോൾ നമ്മുടെ ആൻസറിൽ പോയിൻ്റ് കഴിഞ്ഞിട്ട് ഒരു 0 കൊടുത്തിട്ട് 1 കൊടുക്കുക. 2 ഡിജിറ്റ് വന്നാൽ ഒരു 0 കൊടുക്കുക, പിന്നെ 1 എന്നുള്ള നമ്പർ തന്നെ കൊടുക്കുക. അപ്പോൾ ഇവിടെ 0.1 റേസ് ടു 6 ആണ് വരുന്നത്. അപ്പോൾ 6 ആവുമ്പോൾ പോയിൻ്റ് കഴിഞ്ഞിട്ട് ടോട്ടൽ 6 ഡിജിറ്റുകൾ വരണം. പവർ 6 ആയതുകൊണ്ട് പോയിൻ്റ് കഴിഞ്ഞിട്ട് 6 ഡിജിറ്റ്സ് വരണം. ആ 6 ഡിജിറ്റ്സിൽ 5 zeros കൊടുത്തിട്ട് ലാസ്റ്റ് ഡിജിറ്റ് 1 ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ 0.1 റേസ് ടു 6 എന്ന് പറയുമ്പോൾ 0.0000001, 5 zeros ഒരു 1. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ദ ഫിഗർ എ ബി ആൻഡ് സി ഡി ആർ പാരലൽ ലൈൻസ്, ഫൈൻഡ് ആംഗിൾ ഇ സി ഡി. ആംഗിൾ ഇ സി ഡി കാൽക്കുലേറ്റ് ചെയ്യാനാണ്. അവിടെ ആംഗിൾ ഇ സി ഡി എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് ആംഗിളാണ്, അതുകൊണ്ട് അത് 115 ഡിഗ്രി തന്നെ ആയിരിക്കും. നെക്സ്റ്റ്, ദ ആവറേജ് മാർക്ക് ഓഫ് 5 സബ്ജക്ട്സ് ഓഫ് എ ചൈൽഡ് ഈസ് 89. ഇഫ് ദ ചൈൽഡ് ഗെറ്റ്സ് 95 മാർക്ക് ഇൻ ദ 6th സബ്ജക്റ്റ്, വാട്ട് വിൽ ബി ദി ആവറേജ് മാർക്ക് ഓഫ് 6 സബ്ജക്ട്സ്? അതായത് ഒരു കുട്ടിക്ക് 5 സബ്ജക്റ്റിലൂടെ മാർക്കുകളൊക്കെ ആഡ് ചെയ്തപ്പോൾ ആവറേജ് വരുന്നത് 89 ആണ്. അതിനോടുകൂടെ 6ാമത്തെ സബ്ജക്റ്റ് ആഡ് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ 6 സബ്ജക്ട്സിൻ്റെ ആവറേജ് എത്ര ആയിരിക്കും? 6ാമത്തെ സബ്ജക്റ്റ് 95 ആണ്. അങ്ങനെയാണെങ്കിൽ അപ്പോൾ ആ ആവറേജിൽ വരുന്ന വ്യത്യാസം എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഇതിൽ നമുക്ക് ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് 5 × 18 ആണ്. ആവറേജിനെ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ടോട്ടൽ മാർക്ക് കിട്ടും. അപ്പോൾ ഇവിടെ 445 ആണ് ടോട്ടൽ മാർക്ക്. ഇനി 6th സബ്ജക്റ്റ് എന്ന് പറയുന്നത് 95 ആണ് കിട്ടിയിട്ടുള്ളത്. 6th സബ്ജക്റ്റിൽ 95. അപ്പോൾ ടോട്ടൽ മാർക്ക് 445 + 95, ദാറ്റ് ഈസ് 540 ആണ്. അപ്പോൾ അതിൻ്റെ ഒരു ആവറേജ് എന്ന് പറയുന്നത് 540/6, ദാറ്റ് ഈസ് 90. അപ്പോൾ 6ാമത്തെ സബ്ജക്റ്റും കൂടി അതിൽ ചേരുമ്പോൾ ആവറേജ് കിട്ടുന്നത് 90 ആണ്. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ഇതേ രൂപത്തിൽ നമ്മുടെ സ്കൂളത്തെ എക്സാമിനൊക്കെ ആണെങ്കിൽ ചെയ്യണം. പക്ഷേ ഇവിടെ എന്താ പറയുക, ഒരു കോമ്പറ്റീഷൻ എക്സാമാണ്. ഇതിന് ഇത്രയും ടൈമൊന്നും നിങ്ങൾക്ക് തരില്ല. അപ്പോൾ നിങ്ങൾ സിമ്പിളായിട്ട് കണ്ടെത്തണം. അതിനുള്ള മെത്തേഡ് എന്ന് പറയുന്നത്, നമ്മുടെ ആവറേജ് 89 ആണല്ലോ ആദ്യത്തെ 5 സബ്ജക്റ്റിൻ്റെ ആവറേജ്.
പിന്നെ ആറാമത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് 95 ആണ്. അതിൽ കിട്ടിയ മാർക്ക് 95 ആണ്. അപ്പോൾ ഈ ആവറേജും കിട്ടിയ മാർക്കും തമ്മിലുള്ള ഡിഫറൻസ് കാണാം. ദാറ്റ് ഈസ് 95 മൈനസ് 89, 6 ആണ് ഇവിടെ കിട്ടിയത്. ആവറേജും ലാസ്റ്റ് കിട്ടിയ സബ്ജക്റ്റിൻ്റെ മാർക്കും തമ്മിലുള്ള ഡിഫറൻസ് 6 ആണ്. അപ്പോൾ എന്ത് ചെയ്യണം? ഈ 6നെ നമ്മൾ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇവിടെ ഡിഫറൻസ് 6 ആണ്. നമുക്ക് ടോട്ടൽ സബ്ജക്റ്റ് എന്ന് പറയുന്നത് 6 ആണ്. അപ്പോൾ 6നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 1 ആണ് കിട്ടിയത്. ആവറേജിലുള്ള ആ വ്യത്യാസം എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ ആദ്യം 5 സബ്ജക്റ്റിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് 89 ആയിരുന്നു. ഇപ്പോൾ നമുക്ക് ഇതിലുള്ള ഡിഫറൻസിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ ഈ 89നോട് കൂടെ 1 ആഡ് ചെയ്യുകയാണെങ്കിൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ആവറേജ് 90 എന്ന് കിട്ടും. ഓക്കെ, 2 സ്റ്റെപ്പും ശരിയാണ്. ഈ സെക്കൻഡ് പറയുന്നത് എക്സാമിന്, ഈ കോമ്പറ്റീഷൻ എക്സാമിന് നിങ്ങൾ ഈ ടൈപ്പിൽ ചെയ്ത് പോയാൽ നിങ്ങൾക്ക് സമയം കിട്ടുള്ളൂ കേട്ടോ. ഇനി ഇങ്ങനെ ചെയ്യാൻ ഓർമ്മയില്ലാത്തവർ ആദ്യം പറഞ്ഞ മെത്തേഡിൽ ചെയ്തു പോവാം. അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് ദ സൈഡ് ഓഫ് എ ക്യൂബ് ഓഫ് ലെങ്ത് 3 സെൻറ്റിമീറ്റർ ഈസ് ഡബിൾഡ്, ഹൗ മെനി ടൈംസ് ദ വോളിയം വിൽ ബി ഇൻക്രീസ്? അതായത് ഒരു ക്യൂബിൻ്റെ ലെങ്ത്ത് നമ്മൾ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ വോളിയം 8 ടൈംസ് ഇൻക്രീസ് ചെയ്യും. അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഒരു ക്യൂബിൻ്റെ ഒരു സൈഡിൻ്റെ ലെങ്ത്ത് നമ്മൾ ഡബിൾ ആക്കുകയാണെങ്കിൽ വോളിയത്തിലുള്ള ചേഞ്ച് എന്ന് പറയുന്നത് 8 ടൈംസ് ആണ്.